വാർത്ത അടുത്തൊരു വിജയിലോട്ടൊക്കെ വരും. വിജയ ശിവകാർത്തികേയന തുപ്പാക്കിയൊക്കെ കയ്യിൽ വെച്ചോണ്ടിരിക്കുകയുള്ളൂ. വിജയ് തന്നെ അവിടെ പരാശക്തി ഹീറോ വരും. കൊള്ളില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല, ഭയങ്കര ലാഗാണ്. സൂര്യക്ക് ഒരു സൂര്യ റിപ്പോർട്ടറെങ്കിൽ ശിവാർത്തിന് ഒരു പരാശക്തി. തമിഴന്മാർ ചെയ്യേണ്ട ഒരു സിനിമയല്ല. ആദ്യം അവരുടെ കക്ഷത്തിലുള്ള കുരു എടുത്തിട്ട് വേണം ബാക്കിയുള്ളവൻ്റെ മണ്ടയിലുള്ള പേനെടുക്കാൻ വേണ്ടി. അതാണ് എനിക്ക് ഈ സിനിമ കണ്ടതിനെ കുറിച്ച് പറയുന്നത്. എല്ലാ ലാംഗ്വേജുകാർക്കും പിടിക്കും. പാൻ ഇന്ത്യ മൂവി ഇത് സൂപ്പർ. കൊള്ളില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല, ഭയങ്കര ലാഗാണ്. എസ്കെൻ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഓവർ ആവുന്ന പോലെ തോന്നുന്നു. അത്ര ഇഷ്ടപ്പെട്ടു. ഓവർ ഡ്രാമ ഫീൽ ചെയ്തു. പിന്നെ ഫൈറ്റ് സീൻസ് ഒക്കെ ഭയങ്കര ബോറായിട്ടാണ് തോന്നുന്നത്. പടം ഓക്കെയാണ്, അത്രേ ഉള്ളൂ. എന്താ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. പടം ഓക്കെയാണ്. അവരുടെ കുറേ ആ കാലത്തെ കുറേ ആവശ്യമില്ലാത്ത സീനുകളൊക്കെ മ്യൂട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ വലിച്ച് നീട്ടി അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിട്ട് തോന്നിയില്ല. പടം ഭയങ്കര ലെങ്താണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യാൻ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ആ രീതിയിലാണ് പടം വന്നിരിക്കുന്നത്. പടം ഓക്കെയാണ്, ഭയങ്കര കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ക്ഷമ. ഭയങ്കര ലെങ്ത് ഉണ്ട് പടം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മ്യൂസിക് ഒക്കെ ഓക്കെയാണ്. മ്യൂസിക് മാത്രം പോരല്ലോ, പഴയ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അല്ല അതൊക്കെ കൊള്ളാം. ബാക്കി ആംബിയൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് ശിവാർത്തി അടുത്തൊരു വിജയിലോട്ടൊക്കെ വരും. വിജയ ശിവകാർത്തികേയന തുപ്പാക്കിയൊക്കെ കയ്യിൽ വെച്ചോണ്ടിരിക്കുകയുള്ളൂ. വിജയ് തന്നെ അവിടെ പരാശക്തി ഹീറോ വരും. Best movie. Your language is your identity. That's it. നല്ല മൂവിയാണ്. ശിവാർത്തി എങ്ങനെ ഉണ്ടായിരുന്നു? ശിവാർത്തി എങ്ങനെയുണ്ട്? ശിവകാർത്തി അടിപൊളിയുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. എസ് കെ എങ്ങനെയുണ്ട്? എസ് കെ നല്ലതായിട്ട് പടം കൊള്ളാം. എസ് കെ എങ്ങനെയുണ്ട് ബ്രോ? എസ് കെക്ക് ഇല്ലേ നല്ല പടമാണ്, കാണാനുള്ള പടം. എങ്ങനെയുണ്ട്? ஸ்மூத்தா கன்வே பண்ணிருக்காங்க. ஒன் டைம் கண்டிப்பா பார்க்கலாம். எல்லா லாங்குவேஜ்காரங்களுக்கும் பிடிக்கும். பான் இந்தியா மூவி இது சூப்பர். സൂര്യക്ക് ഒരു സൂര്യ റിപ്പോർട്ടറെങ്കിൽ ശിവാർത്തിന് ഒരു പരാശക്തി. നൈസ്. നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഒരു ക്യാമിയോ റോളൊക്കെ ആയിട്ട് വരും. കൊള്ളാം, മൊത്തത്തിൽ നല്ല പോലെ ഇഷ്ടപ്പെടും. സുധാ കൊങ്കര നല്ല വൃത്തിക്ക് നല്ല കിടിലം പടം തന്നെ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടും. ചെറിയ ലാഗ് ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. നല്ല കിടിലം പടം തന്നെ, ഭയങ്കര പടത്തിന് നല്ലൊരു പവറുണ്ട്. നല്ല വൃത്തിക്ക് എൻഗേജ് ആയിട്ടിരുന്ന് കണ്ടിരിക്കാൻ പറ്റും. നല്ലൊരു പടമാണ്. എല്ലാം കൊള്ളാം. പക്ഷെ സൂര്യ ആയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ഒരു പവർ കിട്ടുമെന്നൊരു ഫീല് കിട്ടി. അങ്ങനത്തെ എസ് കെ നന്നായിട്ട് ചെയ്തു. പക്ഷേ സൂര്യ ആയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടുമെന്ന് തോന്നി. എന്നാലും കൊള്ളാം, അങ്ങനെ മോശമൊന്നും ആക്കിയിട്ടില്ല. പടം കണ്ടിട്ട് വിജയ്ക്ക് ഒരു പകരക്കാരനാവോ? ഭാവിയിൽ എന്തായാലും ഉണ്ടാവും. ഇത് പറയണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ ആക്ഷേപിക്കുകയല്ല. തമിഴന്മാർ ചെയ്യേണ്ട ഒരു സിനിമയല്ല. ആദ്യം അവരുടെ കക്ഷത്തിലുള്ള കുരു എടുത്തിട്ട് വേണം ബാക്കിയുള്ളവൻ്റെ മണ്ടയിലുള്ള പേനെടുക്കാൻ വേണ്ടി. അതാണ് എനിക്ക് ഈ സിനിമ കണ്ടതിനെ കുറിച്ച് പറയാനുള്ളത്. ആദ്യം അവരുടെ കക്ഷത്തിലുള്ള കുരു എടുക്കണം. കളിയാക്കിയല്ല, കാരണം അതിൻ്റെ ഒരു യൂണിറ്റിനെ കുറിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അവരാലോചിക്കേണ്ട, ഇവിടുന്ന് ഒരു തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോകുന്നു, ഏതെങ്കിലും ഒരു ബസ്സിൻ്റെ ബോർഡ് തമിഴിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ വായിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അപ്പോൾ അത് സപ്പോസ് ഇപ്പോൾ ഒരു മലയാളി പോകുന്നു, എന്നിട്ട് എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആൾക്കാരാണ് അല്ലേ? ഇവിടെ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരാളും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരാളും ആ വഴിക്ക് പോകാറില്ല. തമിഴ്നാട്ടിൽ അങ്ങനെയാണോ? അങ്ങനെയുള്ളവനാണ് ഇങ്ങനെയുള്ള സബ്ജക്റ്റ് സംസാരിക്കുന്നു എന്നുള്ളൊരു വിരോധാഭാസമുണ്ട്. ആസ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊള്ളാം, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ്. പക്ഷേ അതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കഥയും അത് സംസാരിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയത്തോട് പേഴ്സണലി എനിക്ക് വിയോജിപ്പില്ല. പെർഫോമൻസ് ഒക്കെ ജയൻ രവിയും ശിവകാർത്തികനൊക്കെ കിടിലായിട്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിനോട് മാത്രമാണ് വിയോജിപ്പുള്ളത്, സബ്ജക്റ്റ് ആയതുകൊണ്ട്. കാരണം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതിന്, കാരണം ഇതിനെതിരെയൊക്കെയാണ് വരേണ്ടത്. ആദ്യം അവർ നന്നായിട്ട് വേണം ബാക്കിയുള്ളവരെ നന്നാക്കാൻ വേണ്ടി. പക്ഷേ അവർ 1959 ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം വന്നതും അതിന് ന്യായീകരിക്കല്ല. പക്ഷേ ഏതൊരു രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ദേശീയ ഭാഷ വേണം എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ. ഓക്കെ, താങ്ക് യു. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് ദഹിച്ചോളണമെന്നില്ല, അത് പറയുന്ന രാഷ്ട്രീയം ദഹിച്ചോളണമെന്നില്ല, അത്രേ ഉള്ളൂ. ശിവാർത്തി ആക്ടിങ്ങിനൊക്കെ വിജയ്ക്ക് ഒരു പകരക്കാരനാവോ? അങ്ങനെ സംസാരം ഉണ്ടല്ലോ.
തീർച്ചയായിട്ടും ആവാനുള്ളൊരു വിജയുടെ ശിവകാർത്തികേൻ്റെ ആക്ടിംഗ് ഒക്കെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശിവകാർത്തികൻ വേറെ തന്നെ ഒരു പോളിയോ ക്രൗഡ് പുള്ളി ചെയ്യുന്നതിലൊക്കെ കുറച്ചും കൂടെ ശിവകാർത്തികൻ പുള്ളി എന്തായാലും ഒരു പുള്ളറായിട്ട് തന്നെ വരും, അതിലൊന്നും സംശയമില്ല. പുള്ളിയുടെ ആക്ടിങ്ങിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ആ സിനിമാറ്റിക് ഒരു സ്ത്രീയാണ് ഡയറക്റ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊക്കെ അതെ അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആസ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഈസ് ഓസം, അതാണ് പറയാനുള്ളത്. കൊള്ളാം, അടിപൊളിയാണ്. SK എങ്ങനെയുണ്ട്? അടിപൊളിയാണ്.